രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബിഗോണിയ ചെടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിഗോണിയാസി കുടുംബത്തിൽപ്പെട്ടതും പൂക്കൾ ഉണ്ടാകുന്നതുമായ സസ്യജനുസാണ് ബിഗോണിയ. ശാസ്ത്രീയ നാമം ബിഗോണിയ മലബാറിക്ക. ഇന്ത്യൻ തദ്ദേശവാസിയായ ഇവ പലതരത്തിലും പല പേരുകളിലുമുണ്ട്. റെക്സ് ബിഗോണിയ, വാക്സ് ബിഗോണിയ, കാനെ ബിഗോണിയ, അങ്ങനെ പലതരം. നല്ല തെളിച്ചമുള്ളതും എന്നാൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ സ്ഥലമാണ് ഇവയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പടിഞ്ഞാറു ഭാഗത്തു നിന്നുള്ള വെയിൽ പതിക്കാൻ സാധ്യതയുള്ള ജനലിൻ്റെ അരികിലോ ബാൽക്കണിയിലോ ഒക്കെ നന്നായി വളരും. പൂക്കൾ ഉണ്ടാവാൻ നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. എങ്കിലും നേരിട്ട് വെയിൽ തട്ടിയാൽ ഇവയുടെ ഇലകളിലും പൂക്കളിലും പുള്ളിക്കുത്തുകൾ ഉണ്ടാവുന്നതും കരിയുന്നതുമായിട്ട് കാണുന്നുണ്ട്. മരങ്ങളുടെ ചുവട്ടിൽ നന്നായി വളരും. പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നിറവും തിളക്കവും കൂടിയും കുറഞ്ഞും ഇരിക്കും. പൂന്തോട്ട നിർമ്മാണത്തിൽ തുടക്കക്കാർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു വിഭാഗമാണ് ബിഗോണിയ. ഏത് കാലാവസ്ഥയിലും വളരും. വളരെ കുറഞ്ഞ പരിചരണം മാത്രമേ ഇവയ്ക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. വീടിനകത്തും പോർച്ചിലും മുറ്റത്തുമൊക്കെ ഭംഗിയായി സെറ്റ് ചെയ്യാം. ഇവയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇവയുടെ നടീൽ രീതിയെക്കുറിച്ച് പറയാം. ആദ്യം നമുക്ക് പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കോക്കോപിറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് അതൊരു 30% വേണം. മണ്ണ് 30% വേണം. അതുപോലെ കുറച്ച് പെർലറ്റ്, മണലൊരു 20%, അതേപോലെ തന്നെ 20% കമ്പോസ്റ്റ് ആവശ്യമാണ്. കോക്കോപിറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ചേർക്കുന്നതുകൊണ്ട് പോട്ടിംഗ് മിക്സിന് എപ്പോഴും ഈർപ്പം ഉണ്ടാവാൻ നിലനിർത്താൻ പറ്റും. അതുപോലെ പെർലറ്റ് ചേർക്കുന്നതുകൊണ്ട് വേരുകൾക്ക് നല്ല വായുസഞ്ചാരം ഉണ്ടാകും. കമ്പോസ്റ്റ് കൊണ്ട് ആരോഗ്യമുള്ള ചെടികൾ ആരോഗ്യത്തോടുകൂടി വളരും. ഈ പറഞ്ഞ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തണലിൽ ഉണക്കിയെടുക്കണം. 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു പോട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. മുമ്പ് ഉണക്കി തയ്യാറാക്കിയ പോട്ടിംഗ് മിക്സ് 6 ഇഞ്ച് വലിപ്പമുള്ള ഒരു ചട്ടിയിൽ എയർ ടൈറ്റായിട്ട് പകുതി നിറച്ച് ചെടികൾ വയ്ക്കാം. ചെടികൾ നട്ടതിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. തണലിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. ഇത് വേര് പിടിക്കുന്നത് വരെ തണലിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നനവ് എങ്ങനെ വേണമെന്ന് നോക്കാം. ബിഗോണിയയുടെ നനവ് സീസൺ, കാലാവസ്ഥ, ചെടിയുടെ സ്ഥാനം എന്നിവയൊക്കെ ആശ്രയിച്ചാട്ടോ ഇരിക്കുന്നത്. 2-4 ദിവസം കൂടുമ്പോൾ നനയ്ക്കുക എന്നുള്ളതാണ് സാധാരണ രീതി. പക്ഷേ ചെടിയുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വെള്ളം ക്രമീകരിക്കാം. പോട്ടിംഗ് മിക്സ് തൊട്ട് നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ ചെടികൾ നനയ്ക്കണം. ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയിൽ കൂടുതൽ നനയ്ക്കേണ്ടി വരും. മാസത്തിലൊരിക്കൽ ചെറിയ തോതിൽ വളം ചേർക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളരാൻ സഹായിക്കും കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെടിയുടെ ചുവട്ടിൽ വൃത്തിയായിരിക്കുക എന്നുള്ളത്. ചെടികളുടെ ചുവടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയായിരിക്കണം. കേടായ ഇലകളും തണ്ടുകളും യഥാസമയം നീക്കം ചെയ്ത് കള വരാതെ സംരക്ഷിക്കണം. ഓർഗാനിക് വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെടികൾ വാടി അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. അതിന് കാരണം ഇൻഫെക്ഷനാണ്. പൂപ്പൽ ബാധ ഉണ്ടാവാതിരിക്കാൻ ഏതെങ്കിലും ഫംഗിസൈഡ് 2 മാസത്തിലൊരിക്കൽ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. സാധാരണയായി വേപ്പോയിൽ ഒഴിക്കാറുണ്ട്. അതുപോലെ സാഫ് എന്ന മരുന്നും ചേർക്കാറുണ്ട്. പൊടി രൂപത്തിലുള്ള വളങ്ങളെക്കാളും ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് നല്ലത്. സാധാരണ നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുന്ന NPK 19-19-19 എന്ന വളം ഇതിനാവശ്യമില്ല. അതിനേക്കാളും ഡോസ് കുറഞ്ഞ 10-10-10 എന്ന വളം വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് ഒഴിക്കാം. പിന്നെ ഓവർ വളവും വെള്ളവും ചെടിയുടെ വേര് ചീയലിന് കാരണമാകും. 60-ലധികം വെറൈറ്റി ബിഗോണിയ ഇപ്പോൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ആരോഗ്യമുള്ള നല്ലപോലെ വേര് പിടിച്ച തൈകളാണ്. 90 രൂപ മുതൽ ആണ് ഇതിന് വില വരുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഡെലിവറി അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന തരത്തിലുള്ള ഉള്ളവയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് കേട്ടോ. ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാനതിൻ്റെ പ്ലാൻ സൈസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള തന്നെയാണ് തരുന്നത്. എൻ്റെ കോൺടാക്റ്റ് നമ്പറും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം. അതുപോലെ ഈ ചെടിയെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുക്കളയിൽ നമ്മൾ ഒഴിവാക്കി കളയുന്ന പഴത്തൊലി അല്ലെങ്കിൽ ഉള്ളി, വെളുത്തുള്ളിയുടെയൊക്കെ തൊലികൾ ഉപയോഗിച്ച് അവ ഒരു 3-4 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് നേർപ്പിച്ച് ഈ ചെടികൾക്ക് ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്.